നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പീരിയോഡിക് ടേബിൾ അല്ലേ. 118 മൂലകങ്ങളെ കൃത്യമായ ഓർഡറിൽ പഠിക്കുക, ഓർത്തിരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ വി മേ തിങ്ക് ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട്, ബട്ട് ബിലീവ് മേ ഇറ്റ്സ് സോ ഈസി. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പഠിക്കാൻ പറ്റും ചില കോഡുകളുടെ സഹായത്തോടെ. ലീന ചേച്ചിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പേടിയാണ്, ലീനക്ക് റോഡ് ക്രോസ് ഫിയർ. ഭീമ കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷാണ്. ബെറീലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. വെൽക്കം ടു റിപ്പോർട്ട്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പീരിയോഡിക് ടേബിൾ അല്ലേ. പക്ഷേ 118 മൂലകങ്ങളെ കൃത്യമായ ഓർഡറിൽ പഠിക്കുക, ഓർത്തിരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ വി മേ തിങ്ക് ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട് അല്ലേ, നമുക്ക് അങ്ങനെ തോന്നും. ബട്ട് ബിലീവ് മേ ഇറ്റ്സ് സോ ഈസി. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പഠിക്കാൻ പറ്റും ചില കോഡുകളുടെ സഹായത്തോടെ. ആൻഡ് യു വോണ്ട് ഫോർഗെറ്റ് ഇറ്റ് ഫോർ എവർ. നിങ്ങൾ ഒരു കാലത്തും ഈ കോഡ്സ് മറക്കാനും പോകുന്നില്ല. ഭയങ്കര രസകരമായിട്ടുള്ള ചില കോഡ്സാണ്. ഞാൻ 2015-16 കാലത്താണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു തന്ന ചിലതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ചില കോഡുകളുടെ സഹായത്തോടെയാണ് ഞാനിത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ. എനിക്കിപ്പോഴും പീരിയോഡിക് ടേബിൾ മൊത്തത്തിൽ അറിയാം. ഓക്കെ, ചില 1-2 കുറച്ച് മൂലകങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇല്ലാത്ത ചിലതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പറയുന്ന നമ്മുടെ നിഹോണിയം, ദെൻ ഫ്ലെറോവിയം, മോസ്കോവിയം, ഇതൊന്നും ഞങ്ങൾ പഠിക്കുമ്പോൾ ഇല്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ 1-2 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഐ ക്യാൻ റിമെമ്പർ. അപ്പോൾ ആ ഒരു കോഡുകൾ ഐ തോട്ട് ലെറ്റ് ഷെയർ വിത്ത് യു. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കോഡുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കാം ചിലതൊക്കെ, പക്ഷേ അറിയാത്ത രസകരമായ കോഡുകളുണ്ട്. ഞാൻ പറയുന്നതിനേക്കാൾ മികച്ച കോഡുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഹെൽപ്ഫുൾ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉറപ്പായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ഒരു കോഡ് വലിയ ഭംഗി ഉണ്ടാവില്ല, പക്ഷേ പിന്നെ ഉള്ളതൊക്കെ അടിപൊളിയാണ്. ഓക്കെ, സോ ലുക്ക്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇങ്ങനെ എഴുതുക. നിങ്ങൾ നോക്കൂ, ഈ കോഡ് ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോ കോഡും ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്യുക. എങ്ങനെ ഇത് പഠിക്കണം എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചു തീരും. അതിന് ചെയ്യേണ്ടത്, ഞാൻ ഓരോ കോഡും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്യുക. നിങ്ങളൊന്ന് പറയുകയും അതിൻ്റെ കൂടെ എഴുതി നോക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. ഓരോന്നും പറയുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്യുക. അത് നിങ്ങൾ വായ കൊണ്ട് പറയണം. വായ കൊണ്ട് തന്നെയാണല്ലോ പറയാം. ഓക്കെ ഫൈൻ, പറയണം. നിങ്ങൾ എഴുതുകയും വേണം അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോഡ് അത് വലിയ ഭംഗിയൊന്നും ഇല്ലാത്തതാണ്, പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയാണ്. നോക്ക്, ആദ്യത്തെ കോഡ് ഇതാണ്: ലിബബ് ക്നോഫ് നി. എന്താണ് ലിബബ് ക്നോഫ് നി? നിങ്ങളൊരു പക്ഷേ എന്നെ കെമിസ്ട്രി വീഡിയോയിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഹാപ്പിനെസ് കൊണ്ടുവരും എന്നുള്ളതാണ്. ഓക്കെ, ലിബബ് ക്നോഫിനി ഒന്ന് പറഞ്ഞു നോക്കി. ലിബബ് ക്നോഫിനി പോസ് ചെയ്തോ, പറഞ്ഞു നോക്കിക്കോ. ലിബബ് ക്നോഫ് നി. സെറ്റല്ലേ? ഇനി നമുക്കറിയാം ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹീലിയം ഉണ്ട് അല്ലേ? ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹീലിയം ഉണ്ട്. സെറ്റല്ലേ? ഇനി ബാക്കിയെല്ലാം പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ശ്രദ്ധിക്ക്, നമുക്ക് നേരെ ഇനി ഓരോ ഗ്രൂപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ എസ് ബ്ലോക്കായി, പി ബ്ലോക്കായി, ഡി ബ്ലോക്ക് വരാനുണ്ട് കേട്ടോ, പേടിക്കണ്ട. നമുക്ക് ആദ്യം എസ് ബ്ലോക്ക് പഠിക്കാം. ലീനക്ക്, ലീനക്ക് റോഡ്. ഓക്കെ, റോഡിന് RD എന്നാണ് കൊടുക്കേണ്ടത്, പക്ഷേ ആക്ച്വലി ഇത് റുബീഡിയാണ്. റോഡ് അങ്ങനെ ഓർത്താൽ മതി. റോഡ് ക്രോസ് ഫിയർ. ലീന ചേച്ചിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പേടിയാണ്, ലീനക്ക് റോഡ് ക്രോസ് ഫിയർ. ഓക്കെ, സോ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. സെറ്റല്ലേ? അടുത്ത നോക്ക്, ഭീമ ജ്വല്ലറി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഭീമ കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷാണ്. റഷ് എന്ന് പറഞ്ഞാൽ എന്താ? തിരക്കാണെന്ന്. ഓക്കെ, സോ ഭീമ കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷാണ്. ബെറീലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. സെറ്റല്ലേ? ഓക്കെ, കാൽഷ്യം ഉണ്ട്, സ്ട്രോൺഷ്യം ഉണ്ട്, ബേരിയം ഉണ്ട്, റേഡിയം ഉണ്ട്. റെഡി ആണല്ലോ? ഇനി അടുത്തത് നമുക്ക് ഡി ബ്ലോക്ക് നോക്കാം. ഓക്കെ, പി അവിടെ നിൽക്കട്ടെ, പിയിലേക്ക് നമുക്ക് വരാം. ഡി ബ്ലോക്ക് നോക്കാം. ഡി ബ്ലോക്ക് വേണ്ട ഇവിടെ നിന്നാണ് തുടങ്ങുക അല്ലേ? നോക്കൂ, സ്കൂളിൽ വിക്രമൻ, നമ്മൾ ത്രിവിക്രമൻ നായർ എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അതാണ് ത്രിവിക്രമനെ നമ്മൾ തിവിക്രമൻ എന്നാക്കി. തിവിക്രമൻ. സ്കൂളിൽ തിവിക്രമൻ ഫീസ് കൊടുക്കാതെ നിൽക്കുമ്പോൾ കൂടെ സീനത്തും ഉണ്ടായിരുന്നു. നോക്കി നോക്ക്, സ്കൂളിൽ തിവിക്രമൻ ഫീസ് കൊടുക്കാതെ നിൽക്കുമ്പോൾ കൂടെ സീനത്തും ഉണ്ടായിരുന്നു. റെഡി അല്ലേ? ഓക്കെ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. സെറ്റ് അല്ലേ? ഇനി അടുത്തത് സ്കൈലാക്ക് എന്ന് ഓർത്താൽ മതി. സ്കൈലാക്ക് കേട്ടോ, സ്കൈലാക്ക്. എന്താ? സ്കാൻഡിയം, ഇട്രിയം, ലന്താനം, ആക്ടീനിയം. സ്കൈലാക്ക്. അപ്പോൾ സ്കൂളിൽ തിവിക്രമൻ ഫീസ് കൊടുക്കാതെ നിൽക്കുമ്പോൾ കൂടെ സീനത്തും ഉണ്ടായിരുന്നു. ദെൻ സ്കൈലാക്ക്. സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തത്
ടൈറ്റാനിക് കപ്പലില്ലേ, ഇതൊരു കോഡാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി. ഇത് നിങ്ങൾ പലതും കോമഡിയൊക്കെ ആയിട്ടുള്ള കോഡുകളാണ്, നമ്മളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, പക്ഷെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ടൈറ്റാനിക് കപ്പലുണ്ടല്ലോ, അത് സ്റ്റാർട്ടാക്കുകയാണേ, സൂർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ടാക്കി. എന്നിട്ട് പിന്നെ പറന്ന് സ്പീഡിൽ പോവുക കപ്പൽ. ഹുഫ് റുഫ് ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, സോ ഹാഫ്നിയം, റൂദർഫോർഡിയം. റെഡിയാണോ? ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം, റൂദർഫോർഡിയം. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, ഇവിടെ അവർ ലെന്താനവും ആക്ടീനിയവും ഇവിടെ കൊടുക്കേണ്ടതാണ്. റെഡിയല്ലേ കുട്ടികളെ? യെസ് ഓർ നോ? റെഡി. അടുത്തത്, വത്സല നമ്പൂതിരിയെ ടാറ്റ കാണിച്ച് ഡബ്ബയിലാക്കി. റെഡിയല്ലേ? നമ്മൾ പറയല്ലേ അവനെ കുപ്പിയിലാക്കി വെച്ചേക്കാന്നൊക്കെ. ഇതാണ് വത്സല നമ്പൂതിരിയെ ടാറ്റ കാണിച്ച് ഡബ്ബയിലാക്കി. എടാ, ഈ കോഡിനകത്ത് നിങ്ങൾ ഇതിൻ്റെ എന്താ പറയുക, വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട, കോഡ് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ്. വത്സല നമ്പൂതിരിയെ ടാറ്റ കാണിച്ച് ഡബ്ബയിലാക്കി. അടുത്തത് നമ്മൾ ക്രൗ എന്നൊക്കെ പറയില്ലേ, കാക്കല്ലേ. അപ്പം അതിൽ ഒരു എമ്മൂടെ കൂട്ടി കൊടുത്താൽ മതി. CROW എന്നുള്ളിടത്തൊരു എമ്മ് കൂട്ടുക. ഓക്കെ, ദെൻ നമ്മുടെ ടങ്സ്റ്റൺ വരും. പിന്നെ ഒരു സീബോർഗിയം കൂടിയുണ്ട്. അപ്പോൾ ഞാനത് ക്രൗ എസ് ജി എന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചതാണ്. ഓക്കെ, ക്രോ എസ് ജി എന്നുള്ള ഒരു കാര്യത്തിൽ അങ്ങനെ പഠിച്ചതാണ്. സെറ്റല്ലേ? ഇനി അടുത്തത് സീബോർഗിയം വരെ ആയല്ലോ. ഇനി അടുത്തത് മഞ്ജു ടീച്ചറുടെ റെക്കോർഡ് ബോറ് കട്ടെടുത്തു. മഞ്ജു ടീച്ചറുടെ റെക്കോർഡ് ബോറ് കട്ടെടുത്തു. ക്ലിയർ അല്ലേ? അങ്ങനെ കട്ടെടുത്തപ്പോൾ മഞ്ജു ടീച്ചറുടെ ആങ്ങള, അതാണ് മാംഗനീസ്, ടെക്നീഷ്യം, റീനിയം, ബോറിയം. സെറ്റല്ലേ? അങ്ങനെ കട്ടെടുത്തപ്പോൾ മഞ്ജു ടീച്ചറുടെ ആങ്ങള ഈ ബോറിനെ, മഞ്ജു ടീച്ചറുടെ റെക്കോർഡ് കൊണ്ടായതാണല്ലോ ബോറ്. അപ്പോൾ ബോറിനെ ഫെറസ് എന്ന് പറഞ്ഞത് ഇരുമ്പ് അല്ലേ, ഇരുമ്പിൻ്റെ വാള് കൊണ്ട് വെട്ടി. അപ്പോൾ അതാണ് OS, FERUS, ഫെറസ്, അയേൺ, റുധീനിയം, ഓസ്മിയം. അപ്പോൾ മഞ്ജു ടീച്ചറുടെ റെക്കോർഡ് ബോറ് കട്ടു. അപ്പോൾ മഞ്ജു ടീച്ചറുടെ ആങ്ങള ഫെറസ് കൊണ്ട്, അയേൺ കൊണ്ട്, അതാണ് ഫെറസ്, അയേണിനെ ഫെറസ് എന്നല്ലോ പറയാം, ഫെറസ് കൊണ്ട് അടിച്ചു. അപ്പോൾ ഈ വാള് കൊണ്ട് വെട്ടി, ഫെറസിൻ്റെ വാള് കൊണ്ട് വെട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവും, ഹിഷ് അല്ലേ? അങ്ങനത്തെ അല്ലേ നമ്മൾ ഈ പഴയ ഞങ്ങൾ ബാലരമൊക്കെ വായിക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ വാളുകൊണ്ട് വെട്ടുന്ന സൗണ്ടല്ലേ ഇവർ കാണിക്കുക, ഹിഷ് ഹിഷ് എന്നൊക്കെയാണ്. അപ്പോൾ അതാണ്. റെഡിയല്ലേ? HS, ഹാസിയം അല്ലേ? ദാറ്റ്സ് ഇറ്റ്. റെഡിയല്ലേ കുട്ടികളെ? അപ്പോൾ മഞ്ജു ടീച്ചറുടെ റെക്കോർഡ് ബോറ് കട്ടെടുത്തു, ബോറിനെ ഫെറസ് കൊണ്ട് ആങ്ങള വെട്ടി, ഹിഷ് എന്നുള്ള സൗണ്ട് ഉണ്ടായി. അങ്ങനെ ഇതൊക്കെ ഉണ്ടായപ്പോൾ മഞ്ജു ടീച്ചറുടെ ആങ്ങള ഭയങ്കര ഒരു വലിയ കാര്യമാണല്ലോ ചെയ്തല്ലേ, കള്ളനെ കൈകാര്യം ചെയ്തു. അപ്പോൾ ആ ഒരു എന്താ പറയുക, അങ്ങനെ ചെയ്ത ഒരാൾക്ക് ഒരു സമ്മാനം എന്ന നിലയിൽ കൊറിയറിൽ മിഠായി അയച്ചു കൊടുത്തു. ആരോ കൊറിയറിൽ മിഠായി അയച്ചു കൊടുത്തു. റെഡിയാണോ? ഇതാ കൊറിയർ കേട്ടോ, കൊറിയർ, കൊബാൾട്ട്, റോഡിയം, ഇറീഡിയം, പിന്നെ മീറ്റ്നീറിയം. ഓക്കെ, ഞാനത് MT പഠിച്ചിട്ടുള്ളൂ കേട്ടോ. മിഠായി അയച്ചു കൊടുത്തു. ക്ലിയർ അല്ലേ? അങ്ങനെ കൊറിയറിൽ മിഠായി കിട്ടിയപ്പോൾ മഞ്ജു ടീച്ചറുടെ ആങ്ങളെ ഓൾറെഡി ദേഷ്യത്തിലാണ്. കാരണം എൻ്റെ പെങ്ങളെ റെക്കോർഡ് കട്ടുണ്ടോ ഞാൻ അടിച്ചു. ആ ദേഷ്യം മാറിയിട്ടില്ല, പെരുപ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് കൊറിയറിൽ മിഠായി കിട്ടുന്നത്. അതിൽ ആങ്ങളെ പറഞ്ഞു, ഓക്കെ, ആ മിഠായി കൊണ്ടുവന്ന പയ്യനോട് പറഞ്ഞു, കൊറിയർ പയ്യനോട് പറഞ്ഞു, നീ പോടാ പട്ടി. ഓക്കെ, അങ്ങനെ പറഞ്ഞു, നീ പോടാ പട്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മിഠായിയുടെ പെട്ടി ഉണ്ടല്ലോ, അത് നിലത്തേക്ക് ഇട്ട് അങ്ങോട്ട് ഉടച്ചു. ഡിഷ്കൂം. ഓക്കെ, ഡിഷ്, എന്താ ഡാംസ്റ്റാഡിയോ അങ്ങനെ എന്തോ ഒരു പേരല്ലേ? ഡാംസ്റ്റാഡിയം അങ്ങനത്തെ പേര് തന്നെ ആണല്ലോ. ദാറ്റ്സ് ഇറ്റ്. എന്തോ DS. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, അതാണ് നീ പോടാ പട്ടി എന്ന് പറഞ്ഞിട്ട് ഉടച്ചു. ക്ലിയർ? ഇനി അടുത്തത് കോപ്പർ അല്ലേ? കോപ്പറാണ് ഏറ്റവും വില കുറഞ്ഞ ഒരു എന്താ പറയുക, ആഭരണങ്ങൾ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും പാവങ്ങൾ ഒക്കെ കോപ്പറിൻ്റെ ആഭരണം ഇടുക. കുറച്ചുകൂടെ പൈസ ഉള്ളവനാണെങ്കിൽ വെള്ളി അല്ലേടാ, സിൽവർ ഇടും അല്ലേ? കണ്ടോ, CUAG. കുറച്ചുകൂടെ പൈസ ഉള്ളവൻ സിൽവർ, കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിലോ ഗോൾഡ്. റെഡിയാണോ? കുറച്ചുകൂടെ പൈസ ഉള്ളവൻ ഗോൾഡ്. മനസ്സിലായല്ലോ? പിന്നെ ഒരു RG ഉണ്ട്. അതിപ്പോൾ ഇവിടെ SG ഉണ്ടല്ലോ, ഇവിടെ അതേമാതിരി ക്രൗ SG എന്ന് പഠിച്ചില്ലേ, അതേമാതിരി ഇതിൽ ഇവിടെ ഒരു RG, അത് ഓർത്താൽ മതി, റോഞ്ചൻഷ്യം. റെഡിയല്ലേ? ദെൻ ഇവിടെ സിങ്കിന് പിന്നെ ഞാൻ അങ്ങനെ ഒരു കോഡൊന്നും പഠിച്ചിട്ടില്ല. ZNCDHG അതങ്ങനെ അങ്ങോട്ട് കാണാതെ പഠിച്ചതാണ്. ഓക്കെ,
ZNCDHGCN എന്നുള്ളത് അങ്ങനെ പല ഒരു റൈമ് പോലെ ഞാൻ പറഞ്ഞ് പഠിച്ചതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കോഡ് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഞാൻ അങ്ങനെ പഠിച്ചത് ZNCDHGCN എന്നുള്ളത് ഒരു റൈമ് രൂപത്തിൽ, കാരണം നമുക്ക് റൈമുകൾ ഓർത്തിരിക്കാൻ പറ്റുന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ബാക്കി എല്ലാത്തിനും നമുക്ക് ആ ഒരു കൃത്യമായ കോഡ് ഉപയോഗിച്ച് ഓർത്തിരിക്കാൻ പറ്റും. സെറ്റാണോ? അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. ഇതാ ZNCD then HGCN അല്ലേ, HGCN. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഇതാ ഇവിടെ അടുത്ത കാര്യങ്ങളാണുള്ളത് അല്ലേ. അടുത്ത നല്ല സുഖം. ബോറനായ അലുമിനിയം ഗാലറിയിൽ വെച്ച് ഇന്ത്യത്തെ താലി കെട്ടി. എന്താ? ബോറനായ അലുമിനിയം, ബോറോൺ അലുമിനിയം ഗാലറിയിൽ വെച്ച്, ഗാലിയം, ഇന്ത്യത്തെ താലി കെട്ടി. ക്ലിയർ അല്ലേ? ബോറനായ അലുമിനിയം ഗാലറിയിൽ വെച്ച് ഇന്ത്യത്തെ താലി കെട്ടി. ബോറനായ അലുമിനിയം ഗാലറിയിൽ വെച്ച് ഇന്ത്യത്തെ താലി കെട്ടി. ക്ലിയർ. ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ നിഹോണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് 4ഉം എൻ്റെ കോഡിൽ ഇല്ല കേട്ടോ. ഇത് നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു കോഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പറ, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. സോ നല്ല കോഡ് ആരുതാണെന്ന് നമ്മൾ എന്തായാലും നോക്കുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതുവരെയുള്ളത് ഓർമ്മയുണ്ട്. ഇതുവരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബോറനായ അലുമിനിയം ഗാലറിയിൽ വെച്ച് ഇന്ത്യത്തെ താലി കെട്ടി. സെറ്റാണല്ലോ? റെഡി? വെരി ഗുഡ്. അടുത്തത്, കോളേജിൽ വെച്ച് സിലിക്കൺ, ഇത് ഞാൻ ഉണ്ടാക്കിയ കോഡാട്ടോ. ഇനി അങ്ങോട്ട്, കോളേജിൽ വെച്ച് സിലിക്കൺ ജർമേനിയത്തോട് സ്നേഹത്തോടെ പറഞ്ഞു. ഓക്കെ, കോളേജിൽ വെച്ച് കോപ്പർ, ദെൻ സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ് അല്ലേ. കോളേജിൽ വെച്ച് സിലിക്കൺ ജർമേനിയത്തോട് സ്നേഹത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നല്ലേ, നീ എന്താണോ പറഞ്ഞ കാര്യം എന്നുള്ള ഇനി പറയുന്നത്. നീ പോയിട്ട് ആഴ്സനിക്കിനെ ശപിക്ക് എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ കുട്ടികളെ? നോക്കൂ, നീ പോയി നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ദെൻ ആൻറ്റിമണി, ബിസ്മത്ത്, നീ പോയി ആഴ്സനിക്കിനെ ശപിക്ക് എന്ന് പറഞ്ഞു. ക്ലിയർ? ഇനി ആ ശപിക്കാൻ വേണ്ടി നീ പോകണമല്ലോ. ഇപ്പോൾ ഇവിടുന്ന് കോളേജിൽ നിന്ന് വെച്ചിട്ടാണ് ഈ സിലിക്കൺ ജർമേനിയത്തോട് ഈ കാര്യം പറയുന്നത്. നീ പോയിട്ട് വീട്ടിൽ പോയിട്ട് നിൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ആഴ്സനിക്കിനെ ശപിക്ക്. പക്ഷേ ഇനിയിപ്പോൾ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് എത്തണ്ടേ? ഇവരൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ കൺസെഷൻ ടിക്കറ്റ് കിട്ടും. CT എന്നാണ് ഞങ്ങൾ പറയാം അല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങൾ +2 ഒക്കെ പഠിക്കുമ്പോൾ 2 രൂപക്കും 5 രൂപക്കും ഒക്കെ പോയിരുന്നു കൺസെഷൻ ടിക്കറ്റ് അല്ലേ, CT. അപ്പോൾ സിലിക്കൺ ജർമേനിയത്തോട് നീ പോയി ആഴ്സനിക്കിനെ ശപിക്ക് പറഞ്ഞല്ലേ. എങ്ങനെ പോകണം? പോകുമ്പോൾ നീ ഓസിന്, അവൾ പറയല്ലേ ഓസിക്ക് പോകുക എന്നൊക്കെ പറയാമല്ലോ, ഓസിന് കാര്യം കഴിച്ചിലാക്കുക, ഓസിന് ഫുഡ് അടിക്കുക എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം ഓസിന് വലിയ പൈസ ഒന്നും ചിലവാക്കാതെ CT കൊടുത്തിട്ട് കൺസെഷൻ ടിക്കറ്റ് കൊടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ ആ CTക്ക് നിങ്ങളിവിടെ ഇങ്ങനെ ഇടണം, CT, സെലീനിയം, ടെലൂറിയം, എന്നിട്ട് പോയിക്കോ. ഓസിന് CT കൊടുത്ത് പോയിക്കോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം അല്ലേ. അടുത്തത് ഈ ഫ്ലൂറിൻ പഠിക്കാൻ, ഹാലോജൻ പഠിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഞാൻ പറഞ്ഞു അടിയിൽ ഇതിനൊക്കെ ആൾക്കാരുണ്ട്, ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ. ഐ ഡോണ്ട് നോ ആക്ച്വലി, ഐ ഡോണ്ട് റിമെമ്പർ എന്നല്ല, ഞങ്ങളുള്ളപ്പോൾ ഇത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പഠിച്ചിട്ടില്ല. ഞങ്ങളുടെ ബുക്കിൽ ഈ ഒരു ഭാഗം എന്തൊക്കെ അങ്ങനെ വെട്ടും കുത്തൊക്കെ ഇട്ട് വെച്ചതായിരുന്നു. നെയിമിംഗ് ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു. അന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ ടെക്സ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഐ തിങ്ക് ഇറ്റ്സ് മച്ച് ഈസിയർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഡ് പഠിച്ചിട്ടില്ല. ഇഫ് യു ഫൈൻഡ് എനി കോഡ് കമൻറ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ ലാസ്റ്റ്, നോബിൾ ഗ്യാസസ് അല്ലേ. നോബിൾ ഗ്യാസസ് പഠിക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, നീ ആരെയോ കയറി കിസ് ചെയ്തിട്ട്, അതാണ് സീനോൺ, കിസ്. ഓക്കെ, റണ്ണിക്കോ, ഓടിക്കോ. എടാ, കിസ്സെല്ലാം റോട്ട് കാണുന്നവരെല്ലാം കിസ് ചെയ്ത് അടി കിട്ടൂലേ. അപ്പോൾ അടി കിട്ടാതിരിക്കാൻ റണ്ണിക്കോ, ഓടിപ്പോയിക്കോ. നീ ആരെയോ കയറി കിസ് ചെയ്ത് റണ്ണിക്കോ. കിസ്സാണ് സീനോൺ കേട്ടോ. അതൊരു 2-3 വട്ടം പറഞ്ഞാൽ അങ്ങോട്ട് റെഡിയാവും. നീ ആരെയോ കയറി കിസ് ചെയ്ത് റണ്ണിക്കോ. സെറ്റാണോ? അപ്പോൾ ഇത്രയായാൽ നമ്മുടെ S ബ്ലോക്കായി, P ബ്ലോക്കായി, D ബ്ലോക്കായി. ഇത് നമുക്ക് എന്താ ഉള്ളത്? ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ് അല്ലേ. ഇതൊരു 10 വട്ടം ഒന്ന് പറയേണ്ട കാര്യമാണ്. ലാന്തനോയിഡ്സ് കുറച്ച് വലിയ കോഡാണ്, ലാന്തനോയിഡ്സിനും ആക്ടിനോയിഡ്സിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തവണ പറഞ്ഞാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നോക്ക്, ശ്രദ്ധിക്കുക. നമ്മുടെ കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ പഴയ ഒരു സമാരാധ്യനായ ഒരു നേതാവായിരുന്നു സീതി ഹാജി. ഓക്കെ, അപ്പോൾ പുള്ളിയെ പറ്റി കുറേ കഥയും മലപ്പുറം, കോഴിക്കോട് പ്രദേശത്തൊക്കെ സീതി ഹാജിയെ പറ്റി കുറേ ഫണ്ണി കഥകളൊക്കെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര ഒരു രസികനായ മനുഷ്യനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പുള്ളിയെ പറ്റി കുറേ ഫൺ കഥകളൊക്കെ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സീതി ഹാജിയെ പറ്റിയാണ് നമ്മുടെ കഥ. എന്താ കഥ എന്ന് വെച്ചാൽ, സീതി ഹാജി ആണ് സീറിയം പറഞ്ഞു. സീതി ഹാജി പറഞ്ഞു,
നെതർലാൻഡ്സിലെ പ്രൈം മിനിസ്റ്റർ സമ്മതിച്ചു. സീതി ഹാജി പറഞ്ഞു, നെതർലാൻഡ്സിലെ പ്രൈം മിനിസ്റ്റർ സമ്മതിച്ചു. എന്താ സമ്മതിച്ചത്? സീതി ഹാജി പറഞ്ഞപ്പോൾ നെതർലാൻഡ്സിലെ പ്രൈം മിനിസ്റ്റർ ഉടൻ സമ്മതിച്ചു കേട്ടോ. എന്താ സമ്മതിച്ചത്? യൂറോപ്പിൽ നിന്ന് ഗോൾഡും താലിബാനിൽ നിന്ന് ഡെയിലി ഹോർലിക്സും ഇറക്കുമതി ചെയ്യാൻ തീരുമാനമായി. അപ്പോൾ അങ്ങനെ നെതർലാൻഡ്സിൽ പ്രൈം മിനിസ്റ്റർ സമ്മതിച്ചതോടുകൂടി യൂറോപ്പിൽ നിന്ന് ഗോൾഡും താലിബാനിൽ നിന്ന് ഡെയിലി ഹോർലിക്സും ഇറക്കുമതി ചെയ്യാൻ തീരുമാനമായി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇവരൊരു ചർച്ചയൊക്കെ നടത്തി നെതർലാൻഡ്സിലെ PM സീതി ഹാജിയും കൂടി. അങ്ങനെ ആ ഒരു ചർച്ചയുടെ ഏതൊരു ചർച്ച നടന്ന് അതിൻ്റെ ഒരു എന്താ പറയുക മിനിറ്റ്സ് വരാനുള്ള ഒപ്പ് വെക്കണമല്ലോ. അപ്പോൾ ഈ ചർച്ചയുടെ മിനിറ്റ്സിൽ ഒപ്പ് വെച്ചത് വിബ്ലു ആയിരുന്നു. ആരാ ഒപ്പ് വെച്ചത്? വിബ്ലു, YBLU. ആ ചർച്ചയുടെ മിനിറ്റ്സിൽ വിബ്ലു ഒപ്പ് വെച്ചു. സീതി ഹാജി പറഞ്ഞു, നെതർലാൻഡ്സിലെ PM സമ്മതിച്ചു, യൂറോപ്പിൽ നിന്ന് ഗോൾഡും താലിബാനിൽ നിന്ന് ഡെയിലി ഹോർലിക്സും ഇറക്കുമതി ചെയ്യാൻ തീരുമാനമായി. വിബ്ലു ഒപ്പ് വെച്ചു. അതോടുകൂടി കരാറായി. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഇതൊക്കെ പലപ്പോഴും ഇതൊക്കെ അറിയുന്ന കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. കുറേയൊക്കെ നമ്മൾ പല ഫ്രണ്ട്സിൽ അക്വയർ ചെയ്താണ്. സോ ഐ ജസ്റ്റ് തോട്ട് ലെറ്റ് ഷെയർ ഇറ്റ് വിത്ത് യു. പഠിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. അടുത്ത നോക്കൂ, ആക്ടിനോയിഡ്സ്. താൻ പോടോ, ആ പോടോ എന്നുള്ളത് PA ആണ്. അങ്ങനത്തെ ചില പോയിന്റ്സ് നമ്മളൊന്ന് ഓർത്താൽ മതി. താൻ, അതിൽ നമുക്ക് ഡൗട്ടില്ല. പോടോ എന്നുള്ളത് PDA ഒന്നുമല്ല, PA ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ താൻ പറയൂ, എങ്ങനെ ആയാലും കുഴപ്പമില്ല. താൻ പറയൂ അല്ലെങ്കിൽ താൻ പോടോ. ഉഡായിപ്പ് നടപടികൾ പുറത്തെടുത്താൽ, റെഡിയല്ലേ? ഉഡായിപ്പ് നടപടികൾ പുറത്തെടുത്താൽ, താൻ പോടോ ആണ് കുറച്ചുകൂടെ നല്ലത്. താൻ പോടോ ഉഡായിപ്പ് നടപടികൾ പുറത്തെടുത്താൽ അമ്മയാണെ ചിക്കൻ ബിരിയാണിയാക്കി, ക്യൂറിയം ബെക്രേലിയം ചിക്കൻ ബിരിയാണിയാക്കി കോളിഫ്ലവർ ഇസ്റ്റു ആക്കി ഫാമിലിയിലേക്ക് അയച്ചു കൊടുക്കും. അതായത് താൻ പോടോ, താൻ ഇവിടെ ഉഡായിപ്പ് നടപടികൾ പുറത്തെടുത്താൽ അമ്മയാണെ ചിക്കൻ ബിരിയാണിയാക്കി, ക്യൂറിയം ബെക്രേലിയം കേട്ടോ, ചിക്കനൊക്കെ അങ്ങനെ കൊടുത്താൽ മതി, ക്യൂറിയം ബെക്രേലിയം ചിക്കൻ ബിരിയാണിയാക്കി കോളിഫ്ലവർ, കാലിഫോർണിയയാണ്, കോളിഫ്ലവർ ഇസ്റ്റു ആക്കി, ഓക്കെ, ഐൻസ്റ്റീനിയം ഫാമിലിയിലേക്ക് അയച്ചു കൊടുക്കും. തൻ്റെ ഫാമിലിക്ക് നമ്മൾ വെട്ടി പീസാക്കി അയച്ചു. അതാ പറയുന്നത്. ഇതാരോടാ പറഞ്ഞെന്നറിയോ? മെൻഡൽ നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ലോറൻസിനോട് പറഞ്ഞു. മെൻഡേലിയം, നൊബേലിയം, ലോറൻസിയം. ക്ലിയർ അല്ലേ? താൻ പോടോ ഉഡായിപ്പ് നടപടികൾ പുറത്തെടുത്താൽ അമ്മയാണ് ചിക്കൻ ബിരിയാണിയാക്കി കോളിഫ്ലവർ ഇസ്റ്റു ആക്കി ഫാമിലിയിലേക്ക് അയച്ചു കൊടുക്കും. മെൻഡൽ നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ലോറൻസിനോട് പറഞ്ഞു. സോ ദീസ് ആർ അവർ കോഡ്സ്. അപ്പോൾ ഇതിനകത്ത് അതിനോ ഒരു 1 2 3 4 5 6 7 7 പേര് മിസ്സിംഗ് ആണ്. 118-ൽ 117 പഠിക്കാം. ആൻഡ് ഐ തിങ്ക് ഇതിനകത്തേക്ക് അവർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ്. സോ ഇവിടെ നിങ്ങളൊരു പുതിയ കോഡ് നിങ്ങളുടെ വക ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ആൻഡ് കമൻറ്റ് ഇറ്റ് ബിലോ. സോ ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, പീരിയോഡിക് ടേബിൾ പഠിക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ തോട്ട്സൊക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, ലവ് യു ഓൾ, ബൈ.